ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഈ പഠിച്ചിട്ടില്ലെങ്കിൽ ആദ്യം പഠിക്കുകയാണെങ്കിൽ നോക്കാം. ജസ്റ്റ് ചെറിയ ടോപ്പിക്കാണ് എന്ന് നോക്കാം. സോ ഹൈപ്പർബോളിക് ഫംഗ്ഷനും അതിൻ്റെ കുറച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അതൊക്കെ നോക്കി വെച്ചാണ്. അപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പറഞ്ഞാൽ പുതിയൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു പുതിയൊരു ഫംഗ്ഷനാണ്. നമ്മൾ കോംപ്ലക്സ് നമ്പറിലും പറയാറുണ്ട്, റിയൽ നമ്പറിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ നോക്കാം. പ്രധാനമായിട്ടും 6 ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 6 ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷനാണ്, അതിന് ഡെഫിനിഷൻ പോലെ എഴുതാം. ഇഫ് എക്സ് ഈസ് എ റിയൽ ഓർ കോംപ്ലക്സ് വാല്യൂ ഓർ കോംപ്ലക്സ് നമ്പർ. എക്സ് ഒരു റിയൽ നമ്പറോ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറോ. എക്സ് ഒരു റിയൽ നമ്പർ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പറഞ്ഞ പേരാണ് സൈൻ എച്ച് എക്സ്. സോ ഒന്നാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് സൈൻ എച്ച് എക്സ്. ഈ സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് പഠിച്ച സൈൻ എക്സ് ഉണ്ടല്ലോ, അതോട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം മീൻസ് അതുമായിട്ട് ഇപ്പോൾ സൈൻ എച്ച് എക്സ് വേറെ, സൈൻ എക്സ് വേറെ, ഇത് രണ്ടും ഒന്നല്ല. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. സോ ഹൈപ്പർബോളിക് എന്ന് കാണിക്കാനാണ് ഇവിടെ വെച്ചിരുന്നത് എച്ച്. സോ എച്ച് മീൻസ് ഹൈപ്പർബോളിക് എന്ന്. അപ്പോൾ ഇതിനെ പറഞ്ഞ പേര് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എന്തുവാ? ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ സൈൻ എച്ച് എക്സും ഈ സൈൻ എക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. മീൻസ് ഇത് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ, ഇത് ട്രിഗണോമെട്രിക് സൈൻ ഫംഗ്ഷൻ. സോ ഇത് ട്രിഗണോമെട്രിയാണ്, ഇത് ഹൈപ്പർബോളിക്. ഇതാണ് നമ്മുടെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത് ട്രിഗണോമെട്രിക് സൈൻ ഫംഗ്ഷൻ, ഇത് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. സോ തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടുപേരും ഒന്നല്ല. ഓക്കെ, ഒന്നാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് സൈൻ എച്ച് എക്സ്. ഡെഫിനിഷൻ ഇതാണ്. സൈൻ എച്ച് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ അല്ല പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പർ ഇട്ട് പഠിക്കാം. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം. പിന്നെ ഓർത്താൽ മതി, സൈൻ എച്ച് എക്സ് ഡെഫിനിഷൻ ചെയ്താൽ e raised to x minus e raised to minus x by 2. ഇതാണ് ഒന്നാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച് എക്സ്. ചിലപ്പോൾ നമ്മൾ കണക്ക് വെച്ചുമ്പോൾ സൈൻ എച്ച് ഇസഡ് ആയിരിക്കും എഴുതുന്നത്. സൈൻ എച്ച് ഇസഡ് എക്സ് മാറ്റി ഇസഡ്. എക്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആവാം, റിയൽ നമ്പർ ആവാം. ഇസഡ് എടുത്തുവാണെങ്കിൽ അത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. സോ സൈൻ എച്ച് ഇസഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? ഇപ്പോൾ e raised to z minus e raised to minus z by 2. ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരത്ത് വരുന്നത്. എക്സ് മാറ്റി ഇസഡ്. കാരണം നമ്മൾ സാധാരണ കൊച്ചു ക്ലാസ് മുതലേ കോംപ്ലക്സ് നമ്പറിനെ ഇസഡ് കൊണ്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എക്സിന് വരെ ഇസഡ് ആയിരിക്കും എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, അക്ഷരത്തിൽ കാര്യമില്ല, സംഭവം ഒന്നും കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇതിന്റെ പേരാണ് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. ഒരു ഹൈപ്പർട്ടോൺ എഴുതിക്കണം, ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. ഇതുപോലെ കോസ് ടാൻ അല്ല, അത്രയേ ഉള്ളൂ. സോ രണ്ടാമത്തെയാണ് കോസ് എച്ച് എക്സ്. പറഞ്ഞ പേരാണ് ഹൈപ്പർബോളിക് കോസ് ഫംഗ്ഷൻ. ഡെഫിനിഷൻ e raised to x plus e raised to x minus by 2. അത് മൂന്നാമത്തെയാണ് ടാൻ എച്ച് എക്സ്. അപ്പോൾ ഇതൊക്കെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസാണ്. ഇവരൊന്നും ഒന്നല്ല, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് തൊട്ടൊന്നും യാതൊരു ഇതുമില്ല. റിലേഷൻ ഉണ്ട്, പക്ഷേ അവർ വേറെ, ഇവർ തമ്മിൽ, അതായത് നമ്മൾ പണ്ട് പഠിച്ച ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഇവരും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ രണ്ടും ഒന്നല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ടാൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇങ്ങനെ വരും, e raised to x minus e raised to minus x by e raised to x plus e raised to minus x. ഓക്കെ, ഇതിൻ്റെ റെസിപ്രോക്കലാണ് ബാക്കിയുള്ളത്, നമ്മളെപ്പോഴും പറയുന്ന പോലെ. ബാക്കി ഇവിടെ എഴുതുക. നാലാമത്തെ ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് കൊസീക്ക് എച്ച് എക്സ്. ഈ എച്ച് എക്സ് എന്ന് പറയുമ്പോൾ എച്ച് മീൻസ് ഹൈപ്പർബോളിക് എന്നുള്ളതാണ്. ഓക്കെ, കൊസീക്ക് എച്ച് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 2 divided by e raised to x minus e raised to minus x. അടുത്തയാണ് സീക്ക് എച്ച് എക്സ്. സോ അത് 2 divided by e raised to x plus e raised to minus x. So last one, cot h x. That is അത് e raised to x plus e raised to minus x by e raised to x minus e raised to minus x. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ റെസിപ്രോക്കൽ, ഈ 3 റെസിപ്രോക്കലാണ് ആ 3 പേര്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇവരുടെ കുറച്ച് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഒന്ന് കാണാൻ ചോദിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ ട്രിഗണോമെട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന്. അത് ട്രിഗണോമെട്രി അല്ല, ഹൈപ്പർബോളിക്കാണ്. സോ ഹൈപ്പർബോളിക്കിൻ്റെ കേസിൽ ഇതാണ് റിസൾട്ട്. കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്നായിരിക്കും 1 ആയിരിക്കും. ഇത് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട് ഷോ ചെയ്യാൻ. നിങ്ങൾക്ക് തനി ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിന് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ബാക്കി റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത PDF ഇട്ട് തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, പറ്റും, നിങ്ങൾ അതിനകത്ത് പലതും ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. നമുക്കറിയാം എന്താണ് കോസ് എച്ച് എക്സ്, സൈൻ എച്ച് എക്സ്. എന്തോ സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ e raised to x minus e raised to minus x by 2. എന്തോ കോസ് എച്ച് എക്സ് e raised to x plus e raised to minus x by 2. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് സൈൻ ഇങ്ങോട്ട് വന്നതിൽ വരണ്ടേ.
കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഇവ രണ്ടുപേരും സ്ക്വയർ ഉള്ളിൽ കുറയ്ക്കാനാണ്. അപ്പോൾ കോസ് എച്ച് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? ഇറേസ്റ്റ് എക്സ് മൈനസ് ഇറേസ്റ്റ് മൈനസ് എക്സ് ബൈ 2ന്റെ സ്ക്വയർ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് മൈനസ് എക്സ് ബൈ 2ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് ഫോം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അറിയാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറേസ്റ്റ് എക്സിന്റെ സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് മൈനസ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇറേസ്റ്റ് മൈനസ് എക്സിന്റെ സ്ക്വയർ അതേ ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ 4. കാരണം സ്ക്വയർ എല്ലാം കൊള്ളല്ലേ. ഇവിടെ വരുമ്പോഴോ മൈനസ് അവിടെ സെയിം ഇവിടെ പ്ലസ് ആണല്ലേ ഉള്ളൂ. അപ്പോൾ എ സ്ക്വയർ ഇറേസ്റ്റ് സ്ക്വയർ പ്ലസ് 2ab ഇപ്പോൾ 2 ഇൻറ്റു ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് മൈനസ് പ്ലസ് ബി സ്ക്വയർ ഇറേസ്റ്റ് മൈനസ് എക്സിന്റെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു ഇറേസ്റ്റ് എക്സിന്റെ സ്ക്വയർ. അപ്പം ഒന്നും ചെയ്യണ്ട, ഇറേസ്റ്റ് എക്സിന്റെ സ്ക്വയർ ഒക്കെ ഇട്ടേക്കാം. ഇറേസ്റ്റ് എക്സിന്റെ സ്ക്വയർ മൈനസ് ഇറേസ്റ്റ് എക്സ് ഇറേസ്റ്റ് മൈനസ് വെട്ടിപ്പോവും മൈനസ് 2 പ്ലസ് ഇറേസ്റ്റ് മൈനസിന്റെ സ്ക്വയർ. ഓക്കെ, രണ്ട് 4 ആയതുകൊണ്ട് ഒറ്റ 4 എഴുതാം. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇറേസ്റ്റ് എക്സിന്റെ സ്ക്വയർ മൈനസ് 2 ഈ ഇറേസ്റ്റ് എക്സ് മൈനസ് വെട്ടിപ്പോയിട്ട് മൈനസ് 2 വരും പ്ലസ് ഇറേസ്റ്റ് എക്സ് ഇറേസ്റ്റ് മൈനസ് എക്സിന്റെ സ്ക്വയർ. സോറി പ്ലസ് അല്ല മൈനസ് മൈനസ് ഓപ്പൺ ചെയ്തല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ സാധനം വെട്ടിപ്പോവും, ഈ സാധനം വെട്ടിപ്പോവും. ബാക്കി മേളിൽ ഒരു -2 ഉണ്ട്, -2 ഉണ്ട്. -2 -2 -4 എന്ന് വരും. സോ -4. തിരിഞ്ഞുപോയി കോസിന്റെ വിലയായിരുന്നു പ്ലസ്. തിരിഞ്ഞുപോയി കോസിന്റെ വില പ്ലസ്സാണ്. കോസിന്റെ വിലയായിരുന്നു പ്ലസ്, ഇയാളുടെ വില മൈനസാണ്. ഇവിടെ പ്ലസ് ആയിരുന്നത്, ഇവിടെ ആയിരുന്നു മൈനസ്. അപ്പോൾ മൈനസ് മൈനസ് ഒരു പ്ലസ് ആവുക ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഈ +2 + 2 4 എന്ന് വരും. 4 എന്ന് വരുന്നത് ബൈ താഴെ 4 ഉണ്ട് 4. അപ്പോൾ 4 1 കിട്ടി. ഓക്കെ, ഇതുപോലെ ഞാൻ തരുന്ന കുറച്ച് റിസൾട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം റിസൾട്ടുകൾ ഞാൻ PDF ഇട്ട് തരാം, നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ കുറച്ച് നോട്ട്സും കാര്യങ്ങളും പറയാൻ പോവാം. ഓക്കെ, നിങ്ങളെ ഞാൻ e⁻i⁻ ഡെഫിനിഷനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പ്രീവിയസ് വീഡിയോക്കകത്ത്. നമുക്കറിയാം e⁻i⁻ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് i sin θ അല്ലേ. e⁻i⁻ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് i sin θ അല്ലേ. e⁻i⁻ എന്ന് പറയുന്നത് cos θ പ്ലസ് i ഇൻറ്റു i sin θ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ e⁻i⁻ എന്തുമായിരിക്കും? e⁻i⁻. സോ എന്ന് പറയുമ്പോൾ തീറ്റ മാറി അവിടെ -θ വരും. e⁻i⁻ എന്ന് പറയുമ്പോൾ cos θ പ്ലസ് i sin θ. ഈ e⁻i⁻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം e⁻i⁻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. e⁻i⁻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം e⁻i ഇൻറ്റു -θ എന്നാണ്. തീറ്റയ്ക്കാണ് മൈനസ്. മൈനസ് ആർക്കാ? തീറ്റയ്ക്ക്. ഐക്ക് മൈനസ് എടുത്തത്, കാരണം ഐ കോംപ്ലക്സ് നമ്പറാണ്. ഐ അവിടെ ഫിക്സഡാണ്, ഇമാജിനറി പാർട്ട് പോലെ കാണിക്കുന്ന ലെറ്റർ മാത്രമാണ്. അപ്പോൾ മൈനസ് ആരുടെയാണ്? തീറ്റയ്ക്കാണ്. സോ അങ്ങനെ വരുമ്പം ഈ cos θ പ്ലസ് i sin എങ്ങനെ വരും? cos -θ പ്ലസ് i ഇൻറ്റു sin -θ എന്ന് വരും. പിന്നെ നമുക്കറിയാം cos -θ എന്ന് പറയുന്നത് cos θ തന്നെ. അപ്പോൾ കോസിനകത്ത് മൈനസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ cos -θ അത് cos θയാണ്. sin -θ എന്ന് പറഞ്ഞാൽ മൈനസ് sin θ. സൈൻ്റെ അകത്ത് മൈനസ് ഉണ്ടെങ്കിൽ വെളി വരും. അപ്പോൾ അത് മൈനസ് sin θ ആവും. അപ്പോൾ ശരിക്കും പറയാം -i sin θ എന്ന് വരും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് e⁻i⁻ ഞാൻ നേരത്തെ പറയുന്നുണ്ട്. ഞാൻ ഇതിന് ഇക്വേഷൻ 1 കൊടുക്കുക, ഇതിന് ഇക്വേഷൻ 2 വിളിക്കുക. ഞാൻ ഇക്വേഷൻ 1 ഇക്വേഷൻ കൂടെ കൂട്ടുക, തമ്മിൽ കൂട്ടുമ്പം നമുക്ക് എനിക്കിങ്ങനെ നോക്കണം. ഞാൻ ഇക്വേഷൻ 1 കൂടെ കൂട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിന് വേണ്ടിയാണ്. ഇക്വേഷൻ 1 2 കൂട്ടുമ്പം ഓക്കെ. അപ്പം രണ്ട് ഇക്വേഷൻ എന്തെങ്കിലുണ്ട്, e⁻i⁻ എന്തുണ്ട്, e⁻i⁻ ഉണ്ട്. വളരെ എങ്ങനെ മനസ്സിലായല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 1 കൂടെ കൂട്ടുക. ഇക്വേഷൻ 1 + 2. ഇക്വേഷൻ 1 കൂടെ എന്ത് ചെയ്യുമ്പോൾ കൂട്ടുക. ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 തമ്മിൽ കൂട്ടുമ്പം ഇങ്ങനെ ഇടതുവശം കൂട്ടണം. ഇടതുവശം കൂട്ടുമ്പം e⁻i⁻ പ്ലസ് e⁻i⁻ എന്ന് വരും. ഈ വലതുവശം കൂട്ടുമ്പം ഈ cos θയും cos θയും കൂട്ടുമ്പോൾ 2 cos θ എന്ന് വരും. ഇത് ഓപ്പോസിറ്റ് ചിഹ്നം ആയതുകൊണ്ട് അങ്ങ് വെട്ടിപ്പോവും. അപ്പം 2 cos θ സമം ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ cos θ സമം എന്താ വരും? e⁻i⁻ പ്ലസ് e⁻i⁻ ബൈ 2 എന്ന് വരും. സോ ഇതാണ് cos θയുടെ വാല്യൂ. അതായത് e⁻ ടൈമിൽ cos θയുടെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. അതായത് cos θ എന്ന് പറഞ്ഞാൽ e⁻i⁻ പ്ലസ് e⁻i⁻ ബൈ 2 ആണ്. അപ്പോൾ എഴുതി ബോക്സ് ഇട്ടേക്കാം. cos θ എന്ന് പറഞ്ഞാൽ e⁻i⁻ പ്ലസ് മൈനസ് അല്ല പ്ലസ് e⁻i⁻ പ്ലസ് e⁻i⁻ ബൈ 2 ആണ് cos θ. ഇതുപോലെ നിങ്ങൾ ഇക്വേഷൻ 1 കൂടെ കുറച്ചാൽ, ഇക്വേഷൻ 1 കൂടെ എന്ത് ചെയ്താൽ കുറച്ചാൽ മൈനസ് ചെയ്താൽ, ഇക്വേഷൻ 1 കൂടെ നിങ്ങൾ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. sin θ ഈസ് ഈക്വൽ ടു e⁻i⁻ മൈനസ് e⁻i⁻ ബൈ 2 എന്ന് കിട്ടും. ഞാൻ ചെയ്യുന്നില്ല,
ജസ്റ്റ് പഠിച്ച് വെച്ചാൽ മതി, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പരീക്ഷ ചോദിക്കുന്നില്ല, റിസൾട്ടായിട്ട് ഓർത്താൽ മതി. അപ്പോൾ സൈൻ തീറ്റയുടെ വില e raised to minus i theta മൈനസ് e raised to minus i theta മൈനസ് e raised to minus i theta ബൈ 2 കിട്ടും. ആറ് വില സൈൻ തീറ്റയുടെ വില. സോ ഇതാണ് e raised to ടൈമിൽ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വില. അതായത് സൈൻ തീറ്റ കണ്ടുപിടിക്കുമ്പം ആ സൈൻ തീറ്റ കൂടെ ഐ കിടപ്പുണ്ടല്ലോ, അതേ വിട്ടുപോയിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സൈൻ തീറ്റ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുന്നത് e raised to i theta മൈനസ് e raised to minus i theta ബൈ 2i എന്ന് വരുന്നത് കേട്ടോ. 2i അവിടെ ഐ കാണും കേട്ടോ, 2i എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ ഐ ഇടാൻ മറന്നു പോയതാ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ e raised to i theta പ്ലസ് e raised to minus i theta ബൈ 2ഉം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e raised to minus i theta മൈനസ് e raised to minus i theta ബൈ 2iയും കേട്ടോ. മറന്നുപോലെ ഞാൻ ഐ ഇടാൻ മറന്നുപോയി, നോക്കണം. ഓക്കെ, ഞാൻ കുറച്ച് റിസൾട്ട്സ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, നേരത്തെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, നോക്കിയാൽ മതി. ആ എക്സ്പോണൻഷ്യൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് e raised to i theta മൈനസ് e raised to minus i theta ബൈ 2i ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ e raised to i theta പ്ലസ് e raised to minus i theta ബൈ 2 ആണ്. ഞാൻ നിങ്ങളത് പഠിപ്പിച്ചിരുന്നു നേരത്തെ വന്നിങ്ങനൊക്കെ. നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് റിസൾട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം സൈൻ തീറ്റ വാല്യൂ എടുക്കുക. സൈൻ തീറ്റ. സോ സൈൻ തീറ്റ എന്ത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e raised to i theta മൈനസ് e raised to minus i theta ബൈ 2i. ഇതാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തീറ്റയ്ക്ക് പകരം ഞാൻ ആ തീറ്റയുടെ സ്ഥാനത്തോട് ഞാൻ ix കൊടുക്കുക. സോ പുട്ട് തീറ്റ ഈസ് ഈക്വൽ ടു i ഇൻറ്റു എക്സ്. ഓക്കെ, തീറ്റയുടെ സ്ഥാനത്തോട് ഞാൻ എന്ത് കൊടുക്കുന്നു? i ഇൻറ്റു എക്സ് കൊടുക്കുന്നു. സോ അപ്പോൾ ഇതെന്താ വരും? സൈൻ തീറ്റ എന്നുള്ളത് എങ്ങനെയാവും? സൈൻ ix ഈസ് ഈക്വൽ ടു ഇവിടെ എല്ലാം ix കൊടുക്കുക. അപ്പോൾ e raised to i ഇൻറ്റു ix, എവിടെയൊക്കെ തീറ്റ ഉണ്ടോ അവിടെ എല്ലാം ix കൊടുക്കുക. മൈനസ് e raised to minus i ഇൻറ്റു ix divided by 2i. That is sin ix is equal to e raised to i into ix. I into ix എന്തുവാ? I square x. So e raised to i square x minus e raised to minus i square x divided by 2. ഈ i square എന്ന് പറഞ്ഞാൽ sin ix is equal to ഈ i square എന്ന് പറഞ്ഞാൽ -1 അല്ലേ? i square എന്ന് പറഞ്ഞാൽ -1 അല്ലയോ? i square എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും e raised to i square -1, അപ്പോൾ -x മൈനസ് ഇവിടെ i square -1 ആകുമ്പോൾ ആ -1 പ്ലസ് ആവും. അപ്പോൾ e raised to വേറെ x എന്നാവും ബൈ 2i. ഓക്കെ, അപ്പോൾ ഈ സൈൻ ix ൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് അടുത്ത സ്റ്റെപ്പിൽ സൈൻ ix ഈസ് ഈക്വൽ ടു, ഞാൻ താഴെ ഐ ഉണ്ടല്ലോ, താഴത്തെ ഐ കളയാൻ വേണ്ടി മേളിൽ നേരെ ഐ കൊണ്ട് ഗുണിക്കുക. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ ഇമാജിൻ്റെ പാർട്ട് താഴെ കിടക്കുവാണെങ്കിൽ, അതായത് ഐ താഴെ കിടക്കുവാണെങ്കിൽ നമ്മൾ ഐ കൊണ്ട് മേളിൽ നേരെ ഗുണിക്കണം. എന്തിനു വേണ്ടിയാണ്? അത് ഡിനോമിനേറ്റർ ഐ ഇല്ലാതായി പോകാൻ വേണ്ടി. എപ്പോഴും ഡിനോമിനേറ്റർ ഐ നമ്മൾ സാധനം ഇടാറില്ല. ഐ ഇടുവാണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മേളിൽ താഴെ ഐ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മേളിൽ ഐ കൊണ്ട് ഗുണിക്കണം, താഴെ ഐ കൊണ്ട് ഗുണിക്കുക. സോ ഐ ഇൻറ്റു e raised to minus x minus e raised to x whole divided by 2i square എന്ന് വരും. ഓക്കെ ആണല്ലോ. മേളിൽ താഴെ ഞാൻ എന്ത് ചെയ്തു? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ബാക്കി സൈൻ ix is equal to I square -1. അപ്പോൾ താഴെ -2, ഇപ്പം i ഇൻറ്റു e raised to minus x minus e raised to വേറെ x ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. കാരണം താഴെ i square അല്ല, i square ൻ്റെ വില -1 അല്ലേ? i square ൻ്റെ വില -1 ആണ്, ശരിയല്ലേ? i square വില -1 ആണ്, അപ്പോൾ -2 എന്ന് വരും. ഓക്കെ, ഞാൻ ചെയ്തോളാം. ഈ ഞാൻ മൈനസ് മേളിൽ കൊടുക്കുക. അപ്പോൾ സൈൻ ix ഇസ് ഈക്വൽ ടു മൈനസ് മേളിലോട്ട് ഇടുമ്പം -i ഇൻറ്റു e raised to minus x minus e raised to x ബൈ 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഞാൻ ചെയ്ത് വെച്ചോളാം. ഞാൻ ഈ ഐ വിട്ടേക്കുക. ഈ ഐ വിട്ടിട്ട് ഈ മൈനസ് കൊണ്ട് മാത്രം ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്യുമ്പം സൈൻ ix ഈസ് ഈക്വൽ ടു മൈനസ് കൊണ്ട് മാത്രം ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഐ വെളിയിട്ടേക്കുക. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പം മൈനസ് ഇൻറ്റു e raised to minus x അത് മൈനസ് e raised to minus x ആവും. മൈനസ് ഇൻറ്റു മൈനസ് e raised to x അത് പ്ലസ് e raised to x ആവും ഡിവൈഡഡ് ബൈ 2. ആ ബ്രാക്കറ്റിനകത്തെ പോസിറ്റീവ് ടൈം നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് സൈൻ ix ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഈ പ്ലസ് e raised to x ആദ്യം എഴുതാം. അപ്പോൾ e raised to x മൈനസ് e raised to minus x ബൈ 2. എൻ്റെ ചോദ്യം, ഈ ഐ ഇല്ലെന്ന് വിചാരിക്കുക. ഐ ഇല്ലാതെ ഈ ഇത്രയും സാധനം e raised to x മൈനസ് e raised to minus x ബൈ 2 അതെന്തുവാ? അത് സൈൻ hx അല്ലേ? സോ നമുക്കറിയാം, നോക്കിയാൽ മതി. സൈൻ hx എന്ന് പറഞ്ഞാൽ സൈൻ hx എന്ന് പറഞ്ഞാൽ എന്തോ സൈൻ hx ഡെഫിനിഷൻ. സൈൻ hx ഡെഫിനിഷൻ എന്തുവാ? e raised to x മൈനസ് e raised to minus x ബൈ 2 എന്നല്ലേ?
സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ e⁻x മൈനസ് e⁻x/2 എന്നല്ലയോ? ആ അതല്ലേ ഈ കിടക്കുന്നത് വേണ്ടേ ബ്രാക്കറ്റിനകത്ത് e⁻x മൈനസ് e⁻x/2 എന്ന് കിടക്കുന്നത്. അപ്പോൾ അയാൾക്ക് വരെ നമുക്ക് എന്താ എഴുതാം? സൈൻ എച്ച് എക്സ് എഴുതാമല്ലോ. സോ അപ്പോൾ റിസൾട്ട് ഇങ്ങനെ വരും, സൈൻ IX ഈസ് ഈക്വൽ ടു I ഇൻറ്റു സൈൻ HX. കണ്ടോ? സൈൻ IX എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സാധാ ട്രിഗണോമെട്രിയും ഹൈപ്പർബോളിക് ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധമായിരിക്കും. സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX ആണ്. ഇതുപോലെ കോസിനും ഉണ്ട്. ഇതുപോലെ കോസിൻ്റെ ഇവിടെ കോസിൻ്റെ റിസൾട്ട് എടുത്ത് എഴുതിയിട്ട് തീറ്റയ്ക്ക് വരെ IX കൊടുത്ത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോസ് എക്സിൻ്റെയും കിട്ടും, ഇതുപോലെ കിട്ടും. ഓക്കെ, സോ ഞാൻ എല്ലാം തെളിയിക്കുന്നില്ല, ഞാൻ ഒരെണ്ണം ചെയ്യുമ്പോൾ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ പല റിസൾട്ടുകളും തെളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ റിസൾട്ട് തന്നെ എടുത്തേ ഉള്ളൂ, നിങ്ങളെ പഠിച്ചോണം. ഓക്കെ, അല്ല ഞാൻ കോസിൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ സൈൻ്റെ മനസ്സിലായല്ലോ. അപ്പോൾ സൈൻ്റെ റിസൾട്ട് ഇതാണ്. അപ്പോൾ സൈൻ്റെ റിസൾട്ട് ഇതാ. സൈൻ്റെ പ്രത്യേകത സൈൻ IX. കാരണം സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX എന്നാണ്. അതാ റിസൾട്ട് കണ്ടോ? അതാ കിട്ടിയത്. സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX. അപ്പോൾ എക്സ് മാറ്റി സെറ്റ് ആക്കിയാലോ? സൈൻ IZ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HZ എന്നാണ്. മനസ്സിലായോ? ഇതാണ് സൈൻ്റെ പ്രത്യേകത, സൈൻ്റെ പ്രോപ്പർട്ടി. നമ്മൾ കോസിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. എന്തുവായിരുന്നു ഈ കോസ് HX? e⁻x പ്ലസ് e⁻x/2 എന്നല്ലേ കോസ് HX. നമുക്ക് കോസ് തീറ്റ തുടങ്ങാം. അപ്പോൾ കോസ് തീറ്റ എന്തോ കോസ് തീറ്റ e⁻I⁻θ പ്ലസ് e⁻−I⁻2 ഇതാണ് കോസ് തീറ്റ. ഞാൻ തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കുക? IX കൊടുക്കുക. എന്ന് കൊടുത്തേ. അപ്പോൾ കോസ് IX ഈസ് ഈക്വൽ ടു e⁻I ഇൻറ്റു IX പ്ലസ് e⁻−I⁻IX divided by 2. അപ്പോൾ കോസ് IX ഈസ് ഈക്വൽ ടു I²X പ്ലസ് e⁻I²X divided by 2. ദാറ്റ് ഈസ് കോസ് IX ഈസ് ഈക്വൽ ടു I²X -1 അല്ലേ? e⁻ ഉണ്ടായിരുന്നേ. e⁻−X പ്ലസ് e⁻+X/2 എന്ന് വരും. പോസിറ്റീവ് നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് കോസ് IX ഈസ് ഈക്വൽ ടു e⁻x അല്ല, ഇത് പ്ലസ് അല്ലേ, ഇത് മൈനസ് അല്ലേ, I² -1. അപ്പം മേളല്ലേ മൈനസ്. അപ്പോൾ e⁻−X പ്ലസ് e⁻x/2 തിരിച്ചെഴുതാം. ഈ e⁻x ആദ്യം ഇടാം. e⁻x പ്ലസ് e⁻−X/2. ഇതാരാ? ഈ സാധനം ആരാ? കോസ് HX. സോ അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. സോ അപ്പോൾ കോസ് IX എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് HX. ഇവിടെ മറ്റേ സൈൻ്റെ കേസിൽ I എക്സ്ട്രാ ഉണ്ടായിരുന്നു. എന്താ അറിയാമോ? കാരണം സൈൻ്റെ കേസിൽ ഡിനോമിനേറ്റർ I ഉണ്ടായിരുന്നു. ആ ഡിനോമിനേറ്റർ I കളയാൻ വേണ്ടി നമ്മൾ മേളും നേരെ I കൊണ്ട് ഗുണിച്ചു. ഇവിടെ പക്ഷേ I ഒന്നും ഇല്ല, ഡിനോമിനേറ്റർ I ഇല്ല. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് ആയത് കോസ് IX എന്ന് പറഞ്ഞാൽ അത് കോസ് HX ആണ്. I അങ്ങ് പോകും. ഓക്കെ, അത്ര ഇവിടെ അല്ല, ജസ്റ്റ് റിസൾട്ട് ഓർത്ത് വെക്കുക. പഠിക്കേണ്ട റിസൾട്ട് ഞാൻ തരാം, അതുകൊണ്ട് വിളിച്ചോണം. ഫസ്റ്റ് നമ്മൾ തെളിയിച്ചത് സൈൻ്റെ കേസാണ്. നോക്കിക്കോണം. ഫസ്റ്റ് റിസൾട്ട് സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX ആണ്. സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX ആണ്. സൈൻ്റെ കേസിൽ അകത്തുള്ള I പുറത്തു വരും, അങ്ങനെ പഠിച്ചാൽ മതി. കോസിൻ്റെ കേസിൽ കോസ് IX എന്ന് പറഞ്ഞാൽ I ഇല്ല, വെറും കോസ് HX ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ടാൻ IX എന്തായിരിക്കും? ടാൻ IX കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, വേറെ മാർഗമൊന്നും ഉപയോഗിക്കണ്ട. ഈ ടാൻ IX എന്ന് പറഞ്ഞാൽ സൈൻ IX ബൈ കോസ് IX ആയിരുന്നില്ലേ? സിമ്പിൾ കാര്യം. ടാൻ IX എന്ന് പറഞ്ഞാൽ സൈൻ IX ബൈ കോസ് IX ആയിരിക്കും. ഈ സൈൻ IX എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സൈൻ HX അല്ലേ? കോസ് IX എന്ന് പറഞ്ഞാൽ അത് വെറും കോസ് HX അല്ലേ? അപ്പോൾ I മേളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ I ഇൻറ്റു സൈൻ HX ബൈ കോസ് HX അത് ടാൻ HX അല്ലയോ? സോ അപ്പം ഉത്തരം കിട്ടി I ഇൻറ്റു ടാൻ HX. സിമ്പിൾ കാര്യമാണ്, I ഇൻറ്റു ടാൻ HX. അപ്പോൾ I ഇൻറ്റു ടാൻ HX എന്ന് കിട്ടും. ഇവിടെയൊക്കെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ എന്തുമായാലും, കോസും കൊസീക്കും സീക്കും ഒക്കെ. സോ അങ്ങനെ വരുമ്പം സിമ്പിളി പറയാം, കൊസീക്ക്
കൊസീക്ക് ഐ എക്സ് ഇയാളുടെ റെസിപ്രോക്കലാണ്. ഇയാളുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/, എന്ന് വരും. നമുക്ക് ചെയ്ത് നോക്കാം. 1/i ഇൻറ്റു സൈൻ എച്ച് എക്സ് എന്ന് വരും. അത് ഈ 1/sin എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക്ക് എച്ച് എക്സ് ആണ്. അപ്പോൾ 1/i ഇൻറ്റു കൊസീക്ക് എച്ച് എക്സ് എന്ന് വരും. അപ്പോൾ ഐ നമുക്ക് എന്ത് ചെയ്യണം? താഴത്തെ ഐ ആണെങ്കിൽ മേളും താഴെ ഐ കുടിക്കണം. മേളും താഴെ ഐ കുടിക്കുമ്പോൾ മേളിൽ ഐ വരും, താഴെ ഐ സ്കോർ വരും. ഐ സ്കോർ -1 ആണ്. അപ്പോൾ എന്തായാലും നെഗറ്റീവ് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉത്തരം എങ്ങനെ വരും? കൊസീക്ക് ഐ എക്സ് എന്ന് പറഞ്ഞാൽ -i ഇൻറ്റു കൊസീക്ക് എച്ച് എസ് ആണ്. ഉണ്ടോ? ഓക്കെ. അടുത്ത സീക്ക് എച്ച് എക്സ്, സോറി സീക്ക് ഐ എക്സ്. സീക്ക് ഐ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം 1/cos എച്ച് എക്സ് ആയിരിക്കുമല്ലോ. ഇയാളുടെ ഇതിൻ്റെ 1/, എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ 1/, സീക്ക് എച്ച് എക്സ് തന്നെ വരും. വ്യത്യാസമൊന്നുമില്ല, കോസിൻ്റെ കൂട്ട് തന്നെ. അടുത്ത ആരാളുള്ള ടാൻ അല്ലേ? അപ്പോൾ ടാൻ നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാം. ടാൻ ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ 1/, ആയിരിക്കും. അപ്പോൾ എന്തൊരു -cot x വരുന്നത്, -cot h x എന്ന് വരും. ചെയ്ത് നോക്കിയാൽ മതി. സുധാര പ്രധാനപ്പെട്ട റിസൾട്ടുകൾ. ഓക്കെ. സോ ഇനി അടുത്ത ഇതുപോലെ സാമ്യമുള്ള ഒരു റിസൾട്ട് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഐ വന്നേക്കുന്നൊക്കെ എവിടെ? സൈൻ ഐ എക്സ്, കോസ് ഐ എക്സ്, ടാൻ ഐ എക്സ്, സീക്ക് ഐ എക്സ്, കൊസീക്ക് ഐ എക്സ്. ഈ ഐ എക്സ് വന്നേക്കുന്നതൊക്കെ സൈൻ്റെയും കോസിൻ്റെയും അകത്താണ്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്താണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്താണ്. ഇനി പറയാൻ വന്നത് ഈ സൈനും ഈ ഐ എക്സ് വരുന്നത് ഹൈപ്പർബോളിക്കിൻ്റെ അകത്താണെങ്കിൽ, എന്തിനകത്താണെങ്കിൽ ഹൈപ്പർബോളിക്കിൻ്റെ അകത്ത്. സോ അതാണ് 7ാമത്തെ റിസൾട്ട്, 8ാമത്തെ റിസൾട്ടും നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചാൽ മതി. വന്നെങ്ങനെ പഠിക്കുന്നുണ്ട്. സോ 7ാമത്തെ റിസൾട്ട് സൈൻ എച്ച് ഐ എക്സ്. കണ്ടോ? സൈൻ എച്ച് ഐ എക്സ്. ഇപ്പം ഐ എക്സ് എവിടാ? ഹൈപ്പർബോളിക്കിൻ്റെ അകത്താണ്. അതാ സൈൻ എച്ച് ഐ എക്സ് എന്നാണ്. നേരത്തെ എഴുതിയ 1ാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൈൻ ഐ എക്സ് ആണ്. കേട്ടോ, നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കിക്കോണം. നേരത്തെ എഴുതിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൈൻ ഐ എക്സ് ആണ്. സൈൻ ഐ എക്സ്. ഇവിടെ എഴുതിയിരിക്കുന്നത് സൈൻ എച്ച് ഐ എക്സ്. വ്യത്യാസം കണ്ടോ? ഇത് സൈൻ എച്ച് ഐ എക്സ്. ഓക്കെ. സൈൻ എച്ച് ഐ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഐ ഇൻറ്റു സൈൻ എക്സ് ആണ്. ഐ ഇൻറ്റു സൈൻ എക്സ്. വന്ന് എങ്ങനെ പഠിക്കേണ്ട റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. ഐ ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ. അതുപോലെ കോസ് എച്ച് ഇൻറ്റു ഐ എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സ് ആണ്. അത് കോസ് എക്സ് ആണ്. ഇത് വെച്ച് നമുക്ക് ബാക്കിയെല്ലാം പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടാൻ എച്ച് ഐ എക്സ് എന്തുമായിരിക്കും? ഇതേ ബൈ ഇതായിരിക്കും. സൈൻ ബൈ കോസ് ടാൻ, പിന്നെ ഐ ഉണ്ട്. അപ്പോൾ ഐ ഇൻറ്റു ടാൻ എക്സ് ആയിരിക്കും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അടുത്ത കിട്ടാൻ. സോ അങ്ങനെയാണെങ്കിൽ കൊസീക്ക് എച്ച് ഇൻറ്റു ഐ എക്സ്. ബട്ട് ഇവിടെ എല്ലാം കൊസീക്ക് എച്ച് ഇൻറ്റു എന്നുണ്ട്. ഇതൊക്കെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസാണ്. ആദ്യം എഴുതിയ 6 എന്ന് പറയുന്നത് ഇടതുവശം ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രിക്കകത്താണ് ഐ എക്സ് വരുന്നത്. ഇവിടെ ഹൈപ്പർബോളിക്കിനകത്ത് ഐ എക്സ് വരുന്നത്. ഈ എച്ച് വരുന്ന സാധനങ്ങളാണ് ഹൈപ്പർബോളിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ ഹൈപ്പർബോളിക്കാണ്. ഹൈപ്പർബോളിക്കിനകത്താണ് ഈ ഐ എക്സ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കൊസീക്ക് എച്ച് എക്സിൻ്റെ കൊസീക്ക് എച്ച് ഇൻറ്റു ഐ എക്സ്. കൊസീക്ക് എച്ച് ഇൻറ്റു ഐ എക്സ്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin അല്ലേ? അപ്പോൾ ഇതിൻ്റെ 1/i ആയിരിക്കുമല്ലോ. അപ്പം 1/i എന്തൊരു -i വരും. അപ്പം -i കൊസീക്ക് എക്സ് എന്ന് വരും. ഇത് തന്നെ ഇത് നോക്കാനുള്ളതേ ഉള്ളൂ. ഇയാളുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ അടുത്ത സീക്ക് എച്ച് ഐ എക്സ് എന്തായിരിക്കും? ഇയാളുടെ റെസിപ്രോക്കൽ 1/cos സീക്ക് എക്സ് തന്നെ കിട്ടും. പിന്നെ കോട്ട് എച്ച് ഐ എക്സ്. കോട്ട് എച്ച് ഐ എക്സ് ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ -cot x -i cot x എന്ന് വരും. ഓക്കെ. സോ ഇതാണ് ഹൈപ്പർബോളിക്കിനകത്ത് ഐ എക്സ് വരുന്ന 6 റിസൾട്ട്. അങ്ങനെ ടോട്ടൽ 12 ജസ്റ്റ് നോക്കിച്ചാണ്.